ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിനുള്ളിലെ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും എല്ലാം തന്നെ ഇപ്പോൾ പുറത്തു ചാടുകയാണ്. യഥാർത്ഥത്തിൽ സതീശന് സുധാകരനെ വെട്ടാനൊരു നീക്കമുണ്ടായിരുന്നു. അതേസമയം തന്നെ സുധാകരനും തിരിച്ച് സതീശനെ വെട്ടുന്നു എന്നുള്ള തലത്തിലേക്കാണ് ഇപ്പോൾ കോൺഗ്രസിലെ രാഷ്ട്രീയം എത്തി നിൽക്കുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് സുധാകരന്റെ ചില പരാമർശങ്ങളെല്ലാം തന്നെ വലിയ തരത്തിലുള്ള വിവാദമാവുകയുണ്ടായിരുന്നു. അതുപോലെ തന്നെ കോൺഗ്രസിനുള്ളിൽ പോലും അത് വലിയ തരത്തിലുള്ള ചർച്ചയിലേക്കെല്ലാം തന്നെ നയിച്ചിട്ടുമുണ്ടായിരുന്നു. സമരാഗ്നി പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു സുധാകരൻ അവസാനമായി സതീശനെ അപമാനിച്ചു എന്നുള്ള തരത്തിലെല്ലാം തന്നെയുള്ള വാർത്തകളെല്ലാം തന്നെ വന്നിട്ടുണ്ടായിരുന്നത്. എന്ന് തന്നെയാണെങ്കിലും അതിനുള്ള പ്രതികരണത്തിൽ വി.ഡി. സതീശൻ പ്രതികരിക്കുന്നത് തങ്ങൾക്കതിൽ പരാതിയൊന്നുമില്ല, അതെല്ലാം തികച്ചും സ്വാഭാവികമായ കാര്യമാണ് എന്നുള്ള തരത്തിലായിരുന്നു പ്രതിപക്ഷ നേതാവായ വി.ഡി. സതീശന്റെ പ്രതികരണം എന്ന് പറയുന്നത്. പക്ഷേ ഇതിനെല്ലാം പുറമെ കെ സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കുന്നു എന്നുള്ള വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ ശ്രദ്ധേയമായ കാര്യം കെ സുധാകരന് കണ്ണൂരിൽ മത്സരിക്കാൻ താല്പര്യമുണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹം ആദ്യമേ വ്യക്തമാക്കി എന്നുള്ളതാണ്. പക്ഷേ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് വന്ന ഉയർന്ന സമ്മർദ്ദം എന്ന് പറയുന്നത് കോൺഗ്രസിൽ സുധാകരനോളം തലപ്പൊക്കമുള്ള മറ്റൊരു നേതാവുമില്ല. അതിൽ കണ്ണൂരിൽ മത്സരിക്കാൻ പ്രാപ്തിയുള്ള മറ്റൊരു കരുത്തനായ നേതാവും കോൺഗ്രസിലെ രാഷ്ട്രീയത്തിൽ ഇന്നില്ല എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ സുധാകരൻ നിർബന്ധമായും കണ്ണൂരിൽ മത്സരിക്കണം എന്നുള്ളതായിരുന്നു ഇങ്ങ് സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ തീരുമാനമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സുധാകരന് മത്സരിക്കാൻ താല്പര്യമില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് അത് സമ്മതിക്കേണ്ട, അതായത് ഒരു പകുതി അർത്ഥസമ്മതം മൂളേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു. മാത്രമല്ല അവസാനം അദ്ദേഹം സമ്മതിക്കുക കൂടെ ചെയ്തു, ഹൈക്കമാൻഡ് സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ മത്സരിക്കാൻ തയ്യാറാണ് എന്ന്. എന്നാൽ ഈ സാഹചര്യത്തിൽ ഇതിന് പുറകിൽ ഒളിഞ്ഞിരിക്കുന്ന രാഷ്ട്രീയം എന്താണ് എന്നുള്ളതാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കുക എന്നുള്ളത് അദ്ദേഹം തന്റെ ഇപ്പോഴത്തെ പദവിയായ KPCC പ്രസിഡന്റ് എന്ന പദവിയിൽ നിന്നും വിട്ടുനിന്നുകൊണ്ട് വേണം കണ്ണൂരിൽ മത്സരിക്കാൻ എന്നുള്ളതായിരുന്നു. പക്ഷേ സുധാകരന് ഒരു ബുദ്ധി തോന്നിയത് കൊണ്ടായിരിക്കാം അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞു, ഞാനിനി മത്സരിക്കുകയാണെങ്കിൽ 2 പദവികളും തനിക്ക് വേണം എന്നുള്ളത്. അതായത് താൻ ജയിച്ച് MP ആകാണെങ്കിൽ MP എന്ന സ്ഥാനവും അതുപോലെ തന്നെ KPCC പ്രസിഡന്റ് എന്ന സ്ഥാനവും തുടരാൻ ഹൈക്കമാൻഡ് സമ്മതിക്കണം എന്നുള്ളൊരു അജണ്ട കൂടി, അല്ലെങ്കിൽ അത്തരം ഒരു ആവശ്യം കൂടി സുധാകരൻ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ അതേസമയം തന്നെ എന്തായിരുന്നു സംസ്ഥാനത്തെ നേതാക്കളുടെ നീക്കം എന്നുള്ളതാണ് ഇവിടെ ശ്രദ്ധേയമാകുന്നത്. പ്രത്യേകിച്ചും പ്രതിപക്ഷ നേതാവായ വി.ഡി. സതീശന്റെ നീക്കം എന്തായിരുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് സുധാകരന്റെ വാക്കുകളെല്ലാം തന്നെ വലിയ തരത്തിൽ വിവാദമുണ്ടാകുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ സുധാകരൻ യഥാർത്ഥത്തിൽ കേരളത്തിലെ കോൺഗ്രസിന് ഒരു തലവേദനയായി മാറുകയാണ്, ഒരു ബാധ്യതയായി മാറുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ ഹൈബീഡിന്റെ അടക്കമുള്ള പ്രതികരണങ്ങളെല്ലാം തന്നെ വ്യക്തമാക്കി തരുന്നത് യഥാർത്ഥത്തിൽ സുധാകരൻ കേരളത്തിലെ കോൺഗ്രസുകാർക്ക് ഒരു ബാധ്യതയാകുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം അണികളും അല്ലെങ്കിൽ സാധാരണക്കാരും നോക്കുന്നത് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തെ മാത്രമാണ്. അതിനുള്ളിലെ തർക്കങ്ങളെല്ലാം തന്നെ അവരെ ബാധിക്കുന്നില്ല, പക്ഷേ അതെല്ലാം തന്നെ ആ പ്രസ്ഥാനത്തെ ബാധിക്കുന്നുണ്ട്. അതായത് ആ പ്രസ്ഥാനത്തെ ബാധിക്കുന്ന തരത്തിലുള്ള സുധാകരന്റെ ഇത്തരത്തിലുള്ള പരാമർശങ്ങളെല്ലാം തന്നെ കോൺഗ്രസിനെ വളരെയധികം സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതായിരുന്നു ഹൈബീഡിന്റെ നിരീക്ഷണം എന്ന് പറയുന്നത്. ഇതേ നിരീക്ഷണമുള്ള അല്ലെങ്കിൽ ഇതേ അഭിപ്രായമുള്ള ഒരുപാട് ആളുകൾ കോൺഗ്രസിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ സുധാകരനെ അല്പം KPCC സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുക, അല്ലെങ്കിൽ കേരളത്തിലെ സംസ്ഥാനത്തിലെ രാഷ്ട്രീയത്തിൽ നിന്നും മാറ്റി നിർത്തുക എന്നുള്ളൊരു തന്ത്രം എന്തുകൊണ്ട് പയറ്റിക്കൂടാ എന്നുള്ളൊരു ചിന്ത വരികയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സമരാഗ്നി പോലുള്ള ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുധാകരന്റെ പ്രസൻസ് നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ വി.ഡി. സതീശനും സുധാകരനും ഒരുമിച്ച് പരിപാടികളിൽ പങ്കെടുക്കുന്ന സമയത്ത് സുധാകരന്റെ ഭാഗത്തു നിന്ന് പലപ്പോഴും പല അബദ്ധങ്ങളും സംഭവിച്ച സാഹചര്യത്തിൽ സുധാകരനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം എന്നുള്ളൊരു ചിന്ത വരികയും അതുകൊണ്ട് തന്നെ അല്പസമയത്തേക്ക് ഒന്ന് ഒതുക്കി നിർത്താനായിട്ട്, അല്പം മാറ്റി നിർത്തുവാൻ വേണ്ടിയിട്ട് കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലേക്ക് തെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥിയെ അദ്ദേഹത്തിനെ പ്രഖ്യാപിക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ തന്നെ സെലക്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു നടപടിയിലേക്ക് കോൺഗ്രസ് നീങ്ങിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ വി.ഡി. സതീശനെ സംബന്ധിച്ചിടത്തോളം സുധാകരനെ കണ്ണൂരിലേക്ക് അയക്കുന്നതിന് പിന്നിൽ സുധാകരനെ അല്പകാലത്തേക്ക് സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ള ഉദ്ദേശം മാത്രമായിരുന്നില്ല. അതിനപ്പുറത്തേക്ക് ലീഗിന്റെ 3ാം സീറ്റ് ആവശ്യം ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയായിരുന്നു. അതായത് 3ാം സീറ്റ് ലീഗ് ആവശ്യപ്പെടുന്ന സാഹചര്യത്തിൽ ലീഗ് ഉന്നം വെച്ചിട്ടുണ്ടായിരുന്ന ഒരു മണ്ഡലം എന്ന് പറയുന്നത് അത് കണ്ണൂർ ലോക്സഭാ മണ്ഡലമായിരുന്നു. അതുകൊണ്ട് തന്നെ ലീഗിന് കണ്ണൂർ ലോക്സഭാ മണ്ഡലം കൊടുത്തു കഴിഞ്ഞാൽ ശരിയാകില്ല. അവിടെ സിറ്റിംഗ് MP ആയി സുധാകരൻ തന്നെ മത്സരിക്കണം, സുധാകരൻ അവിടെ മത്സരിക്കും എന്ന് പറയുന്ന അല്ലെങ്കിൽ അത്തരം ഒരു നിർബന്ധ ബുദ്ധി സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും വന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണവും ലീഗിനെ കൊണ്ട് അല്ലെങ്കിൽ ലീഗിനെ ഒതുക്കുക എന്ന് പറയുന്ന ഒരു സമീപനം തന്നെയായിരുന്നു. യഥാർത്ഥത്തിൽ സുധാകരൻ അവിടെ മത്സരിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ലീഗ് തങ്ങളുടെ ആവശ്യത്തിൽ നിന്നും പിന്മാറാനുള്ള സാധ്യതയുണ്ട് എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് ലീഗിനെ കൂടി ഒതുക്കുക എന്ന് പറയുന്ന വലിയൊരു രാഷ്ട്രീയ അജണ്ട കൂടി യഥാർത്ഥത്തിൽ കേരളത്തിലെ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും തീരുമാനമുണ്ടായിരുന്നു, അല്ലെങ്കിൽ അത്തരം ഒരു തീരുമാനത്തിന്റെ പുറകിലുള്ള വസ്തുതയും അതുതന്നെയായിരുന്നു. അതായത് യഥാർത്ഥത്തിൽ ഒരേ ഒരു കാര്യം, അതായത് സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കുന്ന സാഹചര്യത്തിൽ സുധാകരനും യഥാർത്ഥത്തിൽ സംസ്ഥാന കോൺഗ്രസിൽ നിന്ന് വിട്ടുനിൽക്കുന്ന സാഹചര്യം വരും. അതുപോലെ തന്നെ ലീഗിന്റെ ഒരു ആവശ്യത്തെ കുറച്ചു കാലത്തേക്ക് അല്ലെങ്കിൽ ലീഗിനെ സമാധാനിപ്പിക്കാൻ അല്ലെങ്കിൽ ലീഗിനെ ഒതുക്കുവാനും സാധിക്കുമെന്നുള്ളത് തന്നെയായിരുന്നു യഥാർത്ഥത്തിൽ കേരളത്തിലെ കോൺഗ്രസിന്റെ അഥവാ പ്രതിപക്ഷ നേതാവായ വി.ഡി. സതീശന്റെ നീക്കം എന്ന് പറയുന്നത്.
പക്ഷേ ഇപ്പോൾ വി ഡി സതീശന്റെ നീക്കത്തിന് വിരുദ്ധമായിക്കൊണ്ടാണ് സുധാകരൻ ഇപ്പോൾ മത്സരിക്കുന്നില്ല എന്നുള്ള തീരുമാനമായി രംഗത്ത് വരുന്നത്. സുധാകരൻ ആദ്യവും മത്സരിക്കാൻ താല്പര്യമില്ലെന്ന് പ്രകടിപ്പിച്ചിരുന്നെങ്കിലും ഇപ്പോഴത്തെ സുധാകരന്റെ നീക്കം എന്ന് പറയുന്നത് താൻ ഇനി മത്സരിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ സുധാകരൻ ഇനി മത്സരിക്കുന്നില്ല എങ്കിൽ സ്വാഭാവികമായും കണ്ണൂരിൽ ഇനി അടുത്ത സ്ഥാനാർത്ഥിയെ കൂടി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതായത് സാധ്യതാ പട്ടിക പോലും പുറത്തു വന്നിരിക്കുകയാണ്. കെ ജയന്തന് മത്സരിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്ന സാഹചര്യമാണ്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും വി ഡി സതീശന്റെ ഈ നീക്കങ്ങളെല്ലാം തന്നെ ഒന്നും ഉന്നം കണ്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. മാത്രമല്ല വി ഡി സതീശന് കനത്ത തിരിച്ചടി തന്നെയാണ്. സുധാകരൻ വീണ്ടും കേരളത്തിലെ രാഷ്ട്രീയത്തിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. അദ്ദേഹം ലോക്സഭയിലേക്ക് പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇക്കാര്യങ്ങളിൽ നിന്നെല്ലാം തന്നെ വ്യക്തമാക്കുന്നത്. അതേസമയം തന്നെ സുധാകരൻ മത്സരിക്കേണ്ട എന്ന് പറഞ്ഞൊരു തീരുമാനമെടുക്കുന്ന സാഹചര്യത്തിൽ, അല്ലെങ്കിൽ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞ തീരുമാനമെടുക്കുന്ന സാഹചര്യത്തിൽ അവിടേക്ക് മറ്റൊരു പേര് കൂടി നിർദ്ദേശിക്കപ്പെടുന്ന സാഹചര്യത്തിൽ അവിടെ കെ സി വേണുഗോപാലിൻ്റെ വലിയൊരു ഗ്രൂപ്പ്, അല്ലെങ്കിൽ കെ സി പക്ഷം എന്ന് പറയുന്ന വലിയൊരു പക്ഷം കൂടി കോൺഗ്രസിലുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമാണ്. യഥാർത്ഥത്തിൽ കെ സിയുടെ ഒരു നീക്കം കൂടി ഇതിന് പുറകിലുണ്ട് എന്നുള്ളതും മറ്റൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് നാളുകളായിട്ട് കോൺഗ്രസിന് ഉള്ളിൽ തന്നെ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന വലിയ ഒരു രാഷ്ട്രീയമാണ് ഇപ്പോൾ ഇവിടെ ചുരുളഴിയുന്നത് എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. എന്തായാലും കെ സി വേണുഗോപാൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്ന സാഹചര്യത്തിൽ കെ സി വേണുഗോപാൽ ഒരുപക്ഷെ ആലപ്പുഴയിൽ മത്സരിക്കില്ല എന്നുള്ള തീരുമാനങ്ങളായിരുന്നു ആദ്യമെങ്കിൽ ഇപ്പോഴത്തെ സാധ്യതാ പട്ടികയിൽ കെ സി വേണുഗോപാലിൻ്റെ കൂടി പേരുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമാണ്. കെ സി വേണുഗോപാൽ ഇനി ഒരു സംസ്ഥാന നേതൃത്വത്തിലേക്ക്, അല്ലെങ്കിൽ സംസ്ഥാന നേതാക്കളിലേക്ക്, സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് ഇനി തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ടോ എന്ന് പറയുന്നതും യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. അതേസമയം തന്നെ സുധാകരനും KPCC പ്രസിഡന്റ് എന്ന് പറയുന്ന ഒരു സ്ഥാനത്തിൽ തുടരുകയാണെങ്കിൽ അതൊരു പക്ഷേ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വി ഡി സതീശനാണെങ്കിലും എല്ലാം തന്നെ വലിയ വെല്ലുവിളിയാകാനുള്ള സാധ്യതയുണ്ട്. അതായത് കേരളത്തിലെ കോൺഗ്രസ് എപ്പോഴും അവകാശപ്പെടുന്ന പോലെ സുധാകരനോളം തലപ്പൊക്കമുള്ള മറ്റൊരു നേതാവുമില്ല എന്നുള്ളതും സുധാകരന്റെ മാറ്റ് വർദ്ധിപ്പിക്കുന്നുണ്ട്. എന്ത് തന്നെയാണെങ്കിലും വി ഡി സതീശന്റെ പല പദ്ധതികളും എല്ലാം തന്നെ ഇപ്പോൾ പൊളിച്ചടുക്കിക്കൊണ്ട് തന്നെയാണ് സുധാകരൻ ഇപ്പോൾ വീണ്ടും ഒരു തിരിച്ചുവരവ് നടത്തിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ അത് വി ഡി സതീശന് വലിയ തിരിച്ചടി തന്നെയാണ്. എന്ത് തന്നെയാണെങ്കിലും വി ഡി സതീശനും ഒന്ന് കരുതിക്കൂടി തന്നെ ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പോഴത്തെ വാർത്താ സമ്മേളനങ്ങളിലെല്ലാം തന്നെ സുധാകരന് മൈക്ക് നൽകാതെ, സുധാകരനെ ഇനി സംസാരിക്കേണ്ട എന്നുള്ളൊരു നിലപാട് എടുത്തിട്ടുള്ളതായി കാണാൻ സാധിക്കും. മൈക്കൊന്നും തന്നെ അദ്ദേഹത്തിന് കൈമാറാതെ, അദ്ദേഹം ആവശ്യപ്പെട്ടാലും മൈക്ക് കൊടുക്കാതെ താൻ തന്നെ സംസാരിച്ചോളാം എന്ന് പറയുന്ന ചില നീക്കത്തിലേക്കെല്ലാം തന്നെ സംസ്ഥാനത്തിലെ നേതാക്കളെല്ലാം തന്നെ എത്തിച്ചേർന്നിരിക്കുന്ന ഒരു സാഹചര്യം കൂടി കാണാൻ സാധിക്കും. എന്തായാലും സുധാകരനെ വായ തുറന്നു കഴിഞ്ഞാൽ കോൺഗ്രസിന് ഇനി അതും ഒരു ബാധ്യതയാകുമോ എന്നുള്ളൊരു ആശങ്കയായിരിക്കും ഒരുപക്ഷെ ഇത്തരം ഒരു നീക്കത്തിലേക്കെല്ലാം തന്നെ നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം സുധാകരൻ ഇനി കൃത്യമായ ചുവടുവയ്പ്പുകളോടെ തന്നെ മുന്നേറുന്നതായിട്ടും കാണാൻ സാധിക്കും.